ഇനി ഒരു മന്ത്രി തന്നെ സ്വന്തം സർക്കാരിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ വിമർശിക്കുന്നുവെങ്കിൽ ഞാൻ അതിൽ വേറെ ചില പാളിച്ചകളാണ് കാണുന്നത്. കാരണം ഇങ്ങനെയൊരു പ്രശ്നമുണ്ടെങ്കിൽ സജി ചെറിയാനും മന്ത്രിസഭാ യോഗത്തിൽ പറയാമല്ലോ. അവിടെ പറയാതെ സജി ചെറിയാൻ അത് പുറത്തു പറയണമെങ്കിൽ ഈ സർക്കാരിൽ വേറെ എന്തോ നടക്കുന്നുണ്ട്. അതിനർത്ഥം ഈ സർക്കാരിനെ അതിലെ മന്ത്രിമാർ വിമർശിക്കാൻ ധൈര്യപ്പെടുന്നു. ഈ സർക്കാരിൻ്റെ നയങ്ങളെ ഒരു മന്ത്രി തന്നെ പുറത്തിറങ്ങി വിമർശിക്കാൻ ധൈര്യപ്പെടുന്നു എന്നുള്ളത് ഞാൻ കുറേ കൂടി പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ മോദിയുടെ അതേ റിപ്ലൈക്കാണ് ഇവിടുത്തെ മന്ത്രിസഭ. പിണറായി പറയുന്നു മന്ത്രിമാർ കേട്ടിരിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ ഒരു മന്ത്രിക്ക് സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാൻ കഴിയുന്നു എന്നുള്ളത് ഞാൻ ഒരു പോസിറ്റീവ് മാറ്റമായിട്ടാണ് കാണുന്നത്. 10ാം ക്ലാസ് ജയിച്ചു പോകുന്ന കുട്ടികൾ മുഴുവൻ ഡോക്ടർ രാജൻ ഗുരുക്കൾ, അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ ഹെഡാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്, മണ്ണുണ്ണികളായി മാറുകയാണ്, സ്പൂൺ ഫീഡിങ്ങിൽ മണ്ണുണ്ണികളായി മാറുകയാണ് എന്ന ആക്ഷേപം എനിക്കില്ല. അങ്ങനെ മണ്ണുണ്ണികളൊന്നുമല്ല പുതിയ കുട്ടികൾ, സ്പൂൺ ഫീഡിംഗ് ഒന്നും അല്ല അവർ ചെയ്യുന്നത്, അവരല്ലാതെയും കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ കാലത്തുണ്ടായിരുന്നേക്കാൾ പഴയ തലമുറയേക്കാൾ കൂടുതൽ അവർ കാര്യങ്ങൾ സ്വയം പഠിക്കുന്നവരാണ് പുതിയ കുട്ടികൾ. അപ്പോൾ സ്പൂൺ ഫീഡിംഗ് ഉണ്ടെങ്കിൽ അതാരാണ് മാറ്റേണ്ടത്? സർക്കാർ തന്നെ മാറ്റേണ്ടത്. അവരുടെ അധ്യയന രീതി മാറ്റുകയാണ് ചെയ്യേണ്ടത്, ടീച്ചിങ് മെത്തേഡുകൾ മാറ്റുകയാണ് ചെയ്യേണ്ടത്. സ്പൂൺ ഫീഡിങ് ഇപ്പോഴും നടക്കുന്നുണ്ട് എങ്കിൽ എന്ന് ഡോക്ടർ രാജൻ ഗുരുക്കൾ പറയുന്നുണ്ടെങ്കിൽ ആ രീതി മാറ്റുകയാണ് വേണ്ടത്. അങ്ങനെയല്ല പഠിപ്പിക്കേണ്ടത്. അപ്പോൾ പുതിയ പാഠ്യപദ്ധതിയിൽ അങ്ങനെയൊന്നും അല്ല എന്നാണ് സർക്കാർ പലവട്ടമായി കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അങ്ങനെയൊന്നും അല്ല പഠിപ്പിക്കുന്നത്, കുട്ടികൾ സ്വയം എല്ലാം ചെയ്യുകയാണ്, സ്വയം അറിയുകയാണ്, സ്വയം പ്രൊജക്റ്റുകൾ ചെയ്യുകയാണെന്നൊക്കെയാണ് പറയാറുള്ളത്. അങ്ങനെ നടക്കുന്നില്ലെങ്കിൽ അത് സർക്കാർ തിരുത്തേണ്ട കാര്യമാണ്. അപ്പോൾ കുട്ടികളൊന്നും പഠിക്കാതെയാണ് 10ാം ക്ലാസ് പാസ്സാവുന്നത് എന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഈ മലയാള ഭാഷയുടെ നൈപുണ്യം സംബന്ധിച്ച് അക്ഷരങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, എഴുതാനും വായിക്കാനും കഴിയുക, പറയാൻ അവർക്കറിയാം, അപ്പോൾ എഴുതാനും പഠിക്കാനും കഴിയുക, പുതിയ വാക്കുകൾ പദസമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ള കാര്യത്തിൽ കുട്ടികൾ വീക്കാണ് എന്നെനിക്ക് അനുഭവത്തിൽ നിന്ന് തോന്നിയിട്ടുണ്ട്. അത് പരിഹരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒന്നും അറിയാതെ 10ാം ക്ലാസ് ജയിക്കുന്നു പറയുമ്പോൾ മുമ്പൊക്കെ 10ാം ക്ലാസ്സിലെ വിജയ ശതമാനം 69-70% ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം 98-നും 99.9-നും ഇടയ്ക്കാണ് എപ്പോഴും SLC വിജയ ശതമാനം. അതെങ്ങനെ ഉണ്ടാവുന്നു? അതങ്ങനെ പാസ്സാക്കി വിടുന്നതാണോ? കുട്ടികളൊന്നും അറിയാണ്ടാണോ +2ലേക്ക് ചെല്ലുന്നത് എന്നുള്ളത് അത് സർക്കാരാണ് പഠിക്കുന്നത്. കാരണം അത്തരം ചില കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ ജീവൻ ബാബു, അദ്ദേഹം വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ലീക്കായിരുന്നു, ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെന്നുള്ളത്. അധ്യാപകരുമായിട്ടുള്ള സംസാരത്തിലാണ് അത് ഉണ്ടായത്. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു സീരിയസ് പ്രശ്നമാണ്. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് കുട്ടികൾ ശരിക്കും പഠിക്കുന്നത്. അതായത് +2, +1, +2 ശരിക്കും പഠിക്കുന്നത് എന്ന് വന്നാൽ അത് സർക്കാരിൻ്റെ വിദ്യാഭ്യാസ ഇതിലെ പ്രശ്നമാണ്. അപ്പോൾ കുറേ കൂടി അതിൽ ഇപ്പോൾ രാജൻ ഗുരുക്കളുടെ ഒരു വിമർശനം മുന്നിൽ വെച്ചുകൊണ്ടും സജി ചെറിയാൻ എന്തുദ്ദേശമാണ് അത് പറഞ്ഞത് നമുക്കറിയില്ല. സജി ചെറിയാൻ ഇന്ന് മന്ത്രി ശിവൻകുട്ടി എന്ന് മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. അത് സർക്കാർ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ സ്പൂൺ ഫീഡിങ് വഴി 10ാം ക്ലാസ്സിൽ കുട്ടികളെ ജയിപ്പിച്ച് വിടുന്നത് വഴി ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടാത്ത കുട്ടികൾ കുറേ കൂടി കടുപ്പമുള്ള സിലബസ്, +1-ഉം +2-ഉം കുറേ കൂടി കടുപ്പമുള്ള സിലബസാണ്, ആ സിലബസിലേക്ക് എത്തിപ്പെടുന്നുണ്ട് എങ്കിൽ അവരത് വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് +1-ഉം +2-ഒക്കെ പാസ്സായി പിന്നീട് ഡിഗ്രി തലത്തിലേക്ക് പോകുന്നതെങ്കിൽ സർക്കാർ അത് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഒരു മന്ത്രിയാണത് പറഞ്ഞത്. ഇനി ഒരു മന്ത്രി തന്നെ സ്വന്തം സർക്കാരിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ വിമർശിക്കുന്നുവെങ്കിൽ ഞാൻ അതിൽ വേറെ ചില പാളിച്ചകളാണ് കാണുന്നത്. കാരണം ഇങ്ങനെയൊരു പ്രശ്നമുണ്ടെങ്കിൽ സജി ചെറിയാനും മന്ത്രിസഭാ യോഗത്തിൽ പറയാമല്ലോ. ഈ വിദ്യാഭ്യാസ രംഗത്ത് ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അത് വിദ്യാഭ്യാസ മന്ത്രി പരിഹരിക്കണം, മുഖ്യമന്ത്രി അതിന് മുൻകൈയെടുക്കണം എന്ന് അവിടെ പറയാതെ സജി ചെറിയാൻ അത് പുറത്തു പറയണമെങ്കിൽ ഈ സർക്കാരിൽ വേറെ എന്തോ നടക്കുന്നുണ്ട്. അതിനർത്ഥം ഈ സർക്കാരിനെ അതിലെ മന്ത്രിമാർ വിമർശിക്കാൻ ധൈര്യപ്പെടുന്നു. ഈ സർക്കാരിൻ്റെ നയങ്ങളെ ഒരു മന്ത്രി തന്നെ പുറത്തിറങ്ങി വിമർശിക്കാൻ ധൈര്യപ്പെടുന്നു എന്നുള്ളത് ഞാൻ കുറേ കൂടി പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കുറേ കൂടി ജനാധിപത്യ സ്വഭാവമുള്ളൊരു സർക്കാരാണ് ഇത് എന്നെനിക്ക് തോന്നുന്നു. മുമ്പൊക്കെ നമ്മൾ പിണറായി വിജയൻ സർക്കാരിനെ പറ്റി തന്നെ പലരും വിമർശിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആ വിമർശനം ശരിയല്ല. അപ്പോൾ മോദിയുടെ അതേ റിപ്ലൈക്കാണ് ഇവിടുത്തെ മന്ത്രിസഭ. പിണറായി പറയുന്നു മന്ത്രിമാർ കേട്ടിരിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ ഒരു മന്ത്രിക്ക് സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാൻ കഴിയുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവ് മാറ്റമായിട്ടാണ് കാണുന്നത്.